രാജ്യതലസ്ഥാനത്ത് 18കാരനെ കുത്തിവീഴ്ത്തി പരിചയക്കാർ ചെയ്ത കൊലപാതകമെന്നാണ് കുടുംബം പറയുന്നത്. കുത്തേറ്റ യുവാവിനെ ആശുപത്രിയിൽ പരിചരിച്ചില്ല എന്നും ആക്ഷേപം. ഡൽഹിയിലെ സുഭാഷ് മൊഹലയിൽ നിന്നുള്ള മുഹമ്മദ് ആസിഫ് എന്ന 18കാരനാണ് കുത്തേറ്റു മരിച്ചത്. നോർത്ത് ഗോണ്ട സുഭാഷ് വിഹാറിലെ കൃഷ്ണക്ഷേത്രത്തിന് സമീപമാണ് ഈ യുവാവിനെ കുത്തേറ്റ് കിടക്കുന്നതായി കണ്ടെത്തുന്നത്. വിവരമറിഞ്ഞ് ഭജൻപുര പോലീസ് സംഘം അവിടെ സ്ഥലത്തെത്തി. പക്ഷേ അതിനു മുമ്പ് തന്നെ വിവരമറിഞ്ഞെത്തിയ ഈ ആസിഫ് എന്ന ചെറുപ്പക്കാരന്റെ വീട്ടുകാർ തന്നെ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. എന്താണ് ശരിക്കും നടന്നത് എന്നുള്ള കാര്യത്തിൽ വീട്ടുകാർക്കും വ്യക്തതയില്ല. ഇത് നേരം പുലരും മുമ്പാണ് ഈ സംഭവം. യുവാക്കൾക്കിടയിൽ ഉണ്ടായ ഒരു തർക്കത്തിന് പിന്നാലെ ആക്രമണം നടന്നു എന്ന് കരുതുന്നു ആസിഫിന്റെ കുടുംബം. പക്ഷേ അതിലൊരു വ്യക്തത വരണം. എന്താണെങ്കിലും ഇങ്ങനെ കുത്തേറ്റ് ഇയാൾ ആ ക്ഷേത്ര പരിസരത്ത് വീണ് കിടക്കുന്ന വിവരം ചില കുട്ടികളാണ് അവന്റെ വീട്ടിൽ അറിയിക്കുന്നത്. तो लड़ाई हो गई होगी इनमें, अब ये पता नहीं वजह तो क्या कोई दुश्मनी या कोई क्या पकाने वाले मारने वाले तो जानने वाले होंगे कोई आपस के ही इनके, कोई पता नहीं लगा अभी कुछ पता नहीं लगा। पुलिस क्या कह रही है, कोई पकड़ा क्या नहीं? अभी तो पकड़ा नहीं गया। किस जगह की बात है ये 10 नंबर के लिए आगे की है। हाँ अभी पुलिस आ गई है? पुलिस तो आ गई। क्या मारा था? चाकू मारा है, उसके कबर वहीं पड़ा हुआ मिला है चाकू का। तो आपको क्या बताया, किसी ने बताया आपको या नहीं हमें किसी ने बताया। हम सब ऊपर थे, 2 बच्चे आए थे यहाँ पे भागते तो वहाँ से भाग के आया तो ये यहाँ मंदिर पे पड़ा हुआ मिला। यहाँ के जो जानने वाले ने देखा हुआ तो जो बच्चों ने ऊपर हल्ला मचा जब हम भागे हॉस्पिटल लेके गए थे? अस्पताल लेके गए। ഈ പ്രതികളെക്കുറിച്ച് സൂചനയൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. എന്താണെങ്കിലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് പോകുന്നത്. അത്തരത്തിലൊരു അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനവും. ഇനി ഇതിനിടെ വലിയൊരു പ്രശ്നം അവിടെ ഉയരുന്നത് ആശുപത്രിക്കെതിരെയാണ്. ആശുപത്രിയുടെ അനാസ്ഥയാണ് ആസിഫിന്റെ ജീവൻ നഷ്ടമാകാൻ കാരണം എന്ന് അവന്റെ സഹോദരിയും ബന്ധുക്കളും ആരോപിക്കുന്നുണ്ട്. ഈ കുത്തേറ്റ് എത്തിയ ഒരാളെ ഗൗനിക്കുന്നത് പോലെ ആശുപത്രി അധികൃതർ, അവിടുത്തെ ഡോക്ടേഴ്സ് ഗൗനിച്ചില്ല എന്നാണ് അവരുടെ പരാതി. അതിനവർ പറയുന്ന കാരണം ആശുപത്രിയിൽ എത്തുന്നതുവരെ അവൻ സംസാരിക്കുകയും ശ്വാസമെടുക്കുകയും ചെയ്തിരുന്നു. ഡോക്ടർമാർ എത്തി നോക്കിയിട്ട് പോയി എന്നാണ് അവന്റെ സഹോദരി പറയുന്നത്. सांस ले रहा था, वो बात भी कर रहा था। तो आप भी कहना चाहते हैं कि साफ तौर से कि प्रशासन की जो ये अस्पताल वालों की इसमें लापरवाही है, अस्पताल वालों की लापरवाही है, इनकी वजह से हमारा भाई मरा है। मैंने तो हमारा भाई बिल्कुल ठीक था। क्या जानकारी नहीं पता जी। मैं तो सुना था, मैं आई हूँ, मैंने कहा था कि मैंने मुझे दिखा दो, तो मुझे दिखाया भी नहीं है। जब अस्पताल लेकर आए थे तो वो जीवित थे? हाँ जीवित थे, बातचीत कर रहा था, डॉक्टरों ने नहीं देखा कि आसिफ के चाकू लग गया। जब वो अस्पताल लेके आते तो अस्पताल वालों ने उनका सही से इलाज नहीं किया? नहीं देखा ही नहीं, और देखते थे और चले जाते थे, पट्टी चिपका देते। ഡൽഹിയിലെ JPC ആശുപത്രിയിലേക്കാണ് ഈ ആസിഫിനെ ആദ്യം കൊണ്ടുപോകുന്നത്. പുലർച്ചെയായതിനാൽ അവിടെ ജൂനിയർ ഡോക്ടർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് സൂചന. പക്ഷേ എങ്കിൽ പോലും കുത്തേറ്റ് രക്തം വാർന്നെത്തുന്ന ഒരു പേഷ്യന്റിനെ അവർ വേണ്ട പോലെ കണക്കാക്കിയില്ല എന്നാണ് ആ കുടുംബത്തിന്റെ പരാതി. ആസിഫിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് പിന്നീട് GTB ആശുപത്രിയിലേക്ക് മാറ്റി. എന്താണെങ്കിലും എന്താണ് ആ സംഘർഷത്തിന് കാരണമെന്നും ആ കുത്തേൽക്കാനിടയുണ്ടായ സംഘർഷത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നുള്ളത് ഒന്നും വ്യക്തതയില്ല. പോലീസ് അത് കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.